അസ്സലാമുഅലൈക്കും, നമസ്കാരം. മറ്റൊരു പുതിയ ഹോം ടൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ തിരൂര് കാവഞ്ചേരിയിലുള്ള സുലൈമാൻ റഷീദ ദമ്പതികളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വെറും 750 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂമും ഒരു ഹാളും ഒരു കിച്ചണും അടങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ ഈ വീട്. എക്സ്റ്റീരിയർ ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം വീഡിയോ മസ്റ്റ് ആയിട്ടും ലൈക്ക് ചെയ്യുക. വെൽക്കം ബാക്ക് ടു ഹൈസ് വ്ലോഗ്സ്. നമ്മുടെ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ മസ്റ്റ് ആയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളൊരു ലൈക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തിട്ടില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ അത് ഈ ആവശ്യക്കാരിലേക്ക് എത്തിക്കൂട്ടാം. ഏതൊരാൾക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന തരത്തിൽ 750 സ്ക്വയർ ഫീറ്റിൽ വരുന്ന നമ്മുടെ ഈ വീട് ഏകദേശം 10 ലക്ഷം രൂപക്കാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ആകെ മൊത്തം 12 സെന്റ് പ്ലോട്ടിലാണ് കേട്ടോ നമ്മുടെ ഈ കുഞ്ഞു വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്കിലേക്ക് വരുമ്പോൾ വീടിന്റെ ബോർഡേഴ്സിലായിട്ടും കൂടാതെ ഷോവാളിലായിട്ടും നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ പെയിന്റിംഗ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ. കൂടാതെ നമ്മുടെ വീടിനെ ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ മൊത്തത്തിൽ ഷോ ലൈറ്റ്സ് ഒക്കെ കൊടുത്തപ്പോൾ നൈറ്റിലെ വ്യൂ ആയാലും ഡേയിലെ വ്യൂ ആയാലും കിടിലനാണ്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന നമ്മുടെ ആ ഒരു ഷോവാളില്ലേ, അതിന് താഴ്ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഗാർഡൻ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്തെന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണെങ്കിലും വളരെ നീറ്റ് ആയിട്ടാണ് കേട്ടോ ഓരോ ഭാഗവും ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു സ്റ്റെപ്പ് ആദ്യം വരുന്നുണ്ട്. ബോർഡറിലായിട്ട് ഗ്രാനൈറ്റും മറ്റു ഭാഗത്തായിട്ട് മാർബണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് നമ്മുടെ സിറ്റ് ഔട്ടിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് ഇടത് വശത്തായിട്ട് ഒരു കുഞ്ഞു പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് എൽ ഷേപ്പിൽ ഒരു സിറ്റിംഗ് ഏരിയ വരുന്നുണ്ട്. സിറ്റിംഗ് ഏരിയയുടെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ്. കൂടാതെ അതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന ഒരു ക്ലാഡിംഗ് ടൈലാണ് പില്ലറിലായിട്ട് കൊടുത്തിട്ടുള്ളത്. 336-140 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ സിറ്റ് ഔട്ട് വരുന്നത്. സിറ്റ് ഔട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വുഡിന്റെ 3 സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല നോർമൽ ഡിസൈനിൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു 3 സീറ്റർ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു സിറ്റ് ഔട്ട് ആണ് കേട്ടോ. 3 സീറ്ററിന്റെ ബാക്ക് വാൾ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ 2 സിംഗിൾ വിൻഡോസ് വരുന്നുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ വുഡിന്റെ ഡബിൾ ഡോർ ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു ഡോർ ആണ്. 2 സ്റ്റീലിന്റെ ഹാൻഡിലും വരുന്നുണ്ട്. അപ്പൊ ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കിയാലോ. അങ്ങനെ അകത്തേക്ക് കയറി വന്നാല് 456-294 സൈസില് ഒരു ഹോളാണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് എന്നുള്ള പാർട്ടീഷൻ ഒന്നുമില്ല. ഫ്ലോറിലായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന മാർബണൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹോളിൽ ഈ ഒരു കോർണറിലായിട്ടാണ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് കേട്ടോ ടേബിൾ വരുന്നത്. ടേബിൾ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലൊക്കെയാണ് വരുന്നത്. കൂടാതെ ലെഗിന്റെ ഭാഗത്തൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന ഒരു ഡിസൈൻ ഒക്കെ ഉള്ള ടേബിളാണ്. ചെയേഴ്സ് നോക്കുകയാണെങ്കിലും ടേബിളിന് മാച്ച് ആവുന്ന തരത്തിൽ നല്ല നോർമൽ ഡിസൈനിൽ വരുന്ന വുഡിന്റെ ചെയേഴ്സ് ആണ്. ഇനിയിപ്പോ നമ്മളിത് ആ ഒരു ഭാഗത്ത് ഈ ഒരു വോളിലായിട്ട് നോക്കിയാൽ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് കണ്ട ഒരു 2 വിൻഡോസ് ആണ് കേട്ടോ. രണ്ടിലും ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ആയിട്ടൊരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. കർട്ടൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ ഭാഗത്തെ വോള് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഷോക്കേസിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 വശത്തായിട്ട് നിഷ് ഡിസൈനും വരുന്നുണ്ട്. ആ നിഷ് ഡിസൈനിന്റെ ബോർഡറിലായിട്ട് തന്നെ ഗ്രീൻ കളറും കൂടാതെ ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ലൈറ്റ്സ് കൊടുത്തിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആകുന്ന റേറ്റിനാണ് കേട്ടോ ഇവിടെ ഓരോ ഡിസൈനിങ് ആയാലും സെറ്റിംഗ്സ് ആയാലും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ വാഷ് ഏരിയ നോക്കണ്ടേ. ഇത് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് വോളിലായിട്ട് ഒരു വൈറ്റ് കളർ ടൈല് കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് ലൈറ്റ്സ് വരുന്നുണ്ട്. മിറർ വരുന്നില്ല കേട്ടോ. ഇനി വാഷ് ബേസിൻ നോക്കുകയാണെങ്കിലും സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല ഭംഗിയിൽ വരുന്ന ഒരു വാഷ് ബേസിൻ ആണ്. താഴ്ഭാഗത്ത് ഇതുപോലെ ഒരു ഡ്രോയറും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹോളൊക്കെ കണ്ടില്ലേ. ഇതിപ്പോ ഇവിടെ 2 ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത്. എന്റെ ബാക്കിലായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത്. അതിനോട് ചേർന്ന് ഹോളിൽ കോമൺ ബാത്റൂം വരുന്നുണ്ട്. അവിടെ
സ്റ്റെയർ കേസ് നോക്കാം. സ്റ്റെയറിന് ഹാൻഡ് റെയിലിംഗ് വരുന്നില്ല. കൂടാതെ മാർബിളേറ്റും ബേസിലായിട്ട് ഗ്രാനൈറ്റും ആണ് കേട്ടോ സ്റ്റെയറിലൊക്കെ ഇട്ടിട്ടുള്ളത്. ഇനി നമ്മളിത് ആ ഒരു ഭാഗത്തെ വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ 3 നിഷ് ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ബോർഡേഴ്സിലായിട്ട് ഒരു ഗ്രീൻ കളറും ഉള്ളിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ്സും കുറെ ഫ്രെയിമും കാര്യമൊക്കെ വെച്ചപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാന്. അപ്പൊ ഇനി നമുക്ക് സ്റ്റെയറിനോട് ചേർന്നുള്ള ഹോളിലെ കോമൺ ബാത്റൂം നോക്കാം. 110-180 സൈസിലാണ് കേട്ടോ ഈ ബാത്റൂം വരുന്നത്. ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലൊക്കെ കൊടുത്തിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള ഒരു ബാത്റൂം ആണ്. അപ്പൊ ഇനി നമുക്കിത് ഈ ഭാഗത്തുള്ള ആ ഒരു ബെഡ്റൂം നോക്കിയാലോ. 300-320 സൈസിൽ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണ് കേട്ടോ ഇത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വരുന്ന വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ് കേട്ടോ. ഹെഡ് ബോർഡിന്റെ ഭാഗത്തൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ ഡിസൈനിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടാ. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. നല്ല ഭംഗിയിൽ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആയിട്ടും 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെ കർട്ടൻസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടാ. ഇനി നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാൾഡ്രോബിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത്. അവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ റെഡിമെയ്ഡ് അലമാരയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് നോക്കിയാലോ. 320-270 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് തന്നെ ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ടും വുഡിന്റെ റെഡിമെയ്ഡ് കോട്ടാണ്. സിമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു കോട്ടാണ് കേട്ടാ. നമ്മുടെ കോട്ടിന്റെ നേരെ ബാക്കിലുള്ള ആ ഒരു വോളിലായിട്ട് നല്ല ഭംഗിയിൽ ഒരു ഫ്രെയിം കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു 3 ഡോർ വിൻഡോയും വരുന്നുണ്ട്. ഇനി നമ്മുടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വോളിനോട് ചേർന്നിട്ട് തന്നെ റെഡിമെയ്ഡ് അലമാരയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത് വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വരുന്നത്. 164-140 സൈസിലാണ് ഈ ബാത്റൂം വരുന്നത്. ഈ ബാത്റൂമിലായിട്ട് നോക്കിയാൽ ഫ്ലോറിലായിട്ട് ഒരു മാറ്റ് ഫിനിഷ് ടൈലും കൂടാതെ ഒരു ലൈറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ ടൈല് മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി കിച്ചൺ നോക്കല്ലേ. 300-256 സൈസിലാണ് കേട്ടോ നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയിൽ വരുന്ന കിച്ചൺ ആണ്. കിച്ചണിലെ ഫ്ലോറിലായിട്ട് നോക്കിയാൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ എൽ ഷേപ്പില് റാക്ക് വരുന്നുണ്ട്. അവിടെ ആയിട്ടാണ് കേട്ടോ അടുപ്പൊക്കെ വരുന്നത്. അത് അവിടെ നിൽക്കട്ടെ. കൂടാതെ നമ്മുടെ കിച്ചണ് മൊത്തത്തിൽ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് കേട്ടോ വരുന്നത്. വോളിലൊക്കെ നല്ല ഭംഗിയിൽ വരുന്ന ടൈല് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ റാക്കിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തെ വോളിലായിട്ട് ഇതുപോലെ ഒരു ഓപ്പൺ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് ഈ ഭാഗത്തായിട്ട് ഗ്യാസ് സ്റ്റവ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്ക് വോളിലായിട്ട് നോക്കിയാൽ വെന്റിലേഷനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഡബിൾ ഡോർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു കിച്ചൺ ആണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തല്ലേ നമ്മുടെ അടുപ്പ് വരുന്നത്. പുകയില്ലാത്ത അടുപ്പാണ് കേട്ടാ. നമ്മുടെ അടുപ്പിന് താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് കേട്ടാ. കൂടാതെ നമ്മുടെ അടുപ്പിന് മുകളിലായിട്ട് നോക്കിയാൽ ഇതുപോലെ ചിമ്മിണിയൊക്കെ വരുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്ത് മുകളിലായിട്ട് നോക്കിയാൽ ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കാണാം. ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് കേട്ടോ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെ ആ ഒരു ഭാഗം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സിങ്ക് ആണ്. അതിന് മുകളിലായിട്ട് ഇതുപോലെ റെയിലിംഗ് കൊടുത്തിട്ട് അതിലായിട്ടാണ് പാത്ര സ്റ്റാൻഡ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള ഡോറാണ് ആ കാണുന്നത്. അവിടുന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത്. അതിന് മുകളിലായിട്ടും ഇതുപോലെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ കബോർഡ് വർക്കും കൂടി ചെയ്താൽ കിച്ചൺ അടിപൊളി ആയിരിക്കും ട്ടാ. ഇനി നമ്മുടെ സ്റ്റോർ റൂം നോക്കുകയാണെങ്കിൽ ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത്. നമ്മുടെ സ്റ്റോർ റൂമിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റോർ റൂം ചെയ്തിട്ടുള്ളത്. വളരെ ഒതുക്കത്തില് ചെലവ് കുറഞ്ഞ രീതിയിൽ ഏതൊരു സാധാരണക്കാരൻ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിൽ വന്നിട്ടുള്ള ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇനിയിപ്പോ വീട് പണി നടക്കുന്ന വല്ല ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അവർക്ക് തോന്നട്ടെ അവരുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ശ്രദ്ധയും കരുതലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.